ഇതൊക്കെ കണ്ടു പഠിച്ചു. ഇതൊക്കെയാണ് സ്വന്തം ഭാര്യക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്. പഠിച്ചാ ഇത് അവളുടെ ഒരു 10 വർഷം ഉപയോഗിക്കട്ടെ അല്ലേ. ഞങ്ങളിപ്പോൾ ഉള്ളത് ജെറിയർ ബുക്ക് സ്റ്റോറിലുള്ളത്. ഓക്കെ, 40 കിലോ ലഗേജ് ഉണ്ട്, 7 കിലോ ഹാൻഡ് ബാഗ് ഉണ്ട്. പ്രവാസിയായിട്ടുള്ള യുവാവ് നാട്ടിൽ പോകുന്നുണ്ട് വർഷത്തിലെ ഒരു മാസം ലീവിന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് iPhone 60 Pro വാങ്ങാൻ വന്നതാണ് അല്ലേ. 16 Pro, 50 അല്ല 16 Pro. അപ്പോൾ എന്നോട് പറഞ്ഞത് അവൾക്ക് അതിയായ ആഗ്രഹമാണ് ഒരു ഐഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത്രയും വർഷമായിട്ട് അവൾ ഉപയോഗിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ്, വീട്ടിൽ അതായത് മൂത്തച്ചികൾ, ഇളച്ചികളൊക്കെ ഉപയോഗിക്കുന്നത് ഐഫോണാണ്. അവൾ മാത്രമാണ് പഴയ സാംസങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഹൃത്ത് ഐഫോൺ വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ജെറിയറിന്ന് വാങ്ങിയാൽ മതിയെന്നാണ്. ഞങ്ങൾ ഐഫോണൊക്കെ ജെറിയറിന്ന് വാങ്ങലുള്ളത്. ഇവിടെ എത്തിയപ്പോൾ 60 Pro അവൻ ഉദ്ദേശിച്ച കളർ ഉണ്ട്. അവളുടെ ആ കളറൊക്കെ അവനക്കറിയാം, ഏതാണ് അവളോട് ഏത് കളറാണ് താല്പര്യമുള്ളതെന്നൊക്കെ. അപ്പോൾ ആൾ ഈ ആഴ്ച പോവാണ്. അവൻ്റെ പാർട്ടി നിന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് ആര് നാട്ടിൽ പോകണമെങ്കിലും അവൻ്റെ വക ഫുഡായിരിക്കും. അപ്പോൾ ഇന്ന് ആ പാർട്ടിയും കഴിഞ്ഞ് ഇനി ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹപ്രകാരം അവൾ പോലും അറിയാതെ അവൾക്ക് ഒരു ഐഫോണായിട്ട് പോകണല്ലേ. എങ്ങനെയുണ്ട് ജംഷാദ്, എന്താ പറയുള്ളത്? നൗഷാദാണ് പറഞ്ഞത് കേട്ടോ. വൈഫ് ഇപ്പോൾ വിളിച്ച് ഞങ്ങൾ ഇപ്പോൾ ചെയ്യില്ല. അപ്പോൾ വൈഫ് ഇപ്പോൾ വിളിച്ച് ഞങ്ങൾ എവിടെയെന്ന് വെച്ചാൽ ആ റൂമിലല്ല, ഞാൻ പുറത്താണുള്ളതെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞു. സബൂറാക്ക് നീ എത്താൻ വീതി കൂട്ടല്ല. ഈ ഒരു ഗിഫ്റ്റ് ഭാര്യക്കാണ്ട് കൊടുക്കുമ്പോൾ ഭാര്യയുടെ ഹൃദയം പൊട്ടും അല്ലേ. പൊട്ടും, തീർച്ചയായിട്ടും ഹൃദയം പൊട്ടിപ്പോകും. എന്താണെങ്കിലും എല്ലാ ഭാര്യമാർക്കും ഇതുപോലെ ഭർത്താക്കന്മാർ സർപ്രൈസ് നൽകാൻ പഠിച്ച നല്ല ആരോഗ്യ ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗഷാൻ്റെ പുറകെ വേറെ ആളും കൂടെ റൂമിൽ നിന്ന് പോകുന്നുണ്ട്. പറയല്ലേ.